കടലിന്റെ ഒരു പശ്ചാത്തലമാണ്, ഒരു റിവെഞ്ച് ഡ്രാമ. ആ ഒരു സിനിമയുടെ പേരായിരുന്നു കടൽ. അത് ശരിക്ക് IV ശശി സംവിധാനം ചെയ്യേണ്ടിരുന്ന സിനിമയായിരുന്നു. IV ശശി മമ്മൂട്ടി ഒരുപാട് സിനിമകൾ, അതായത് മമ്മൂട്ടി എന്ന നടനെ ആദ്യമായിട്ടൊരു നായകതുല്യമായിട്ടുള്ള ഒരു വേഷം തൃഷ്ണ എന്നൊരു സിനിമയിലൂടെ കൊണ്ടുവന്നത് IV ശശി തന്നെയാണ്. അല്ലെങ്കിൽ അഭിനയിപ്പിച്ച് മമ്മൂട്ടിക്ക് ഒരു പേരെടുത്തു കൊടുത്ത ആളാണ്. പിന്നീട് ഒരുപാട് സിനിമകൾ IV ശശി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ ബലറാം എന്നൊരു സിനിമ 1991 മമ്മൂട്ടി നായകനാക്കി IV ശശി ചെയ്തിട്ടുണ്ട്. ആവനാഴിയുടെ തുടർഭാഗമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ടായിരുന്നു. അത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു ന്യൂസ് പേപ്പർ കട്ടിക്കണ്ട് ഇപ്പൊ അതൊരു സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ലിബർട്ടി ബഷീർ എന്ന പ്രൊഡ്യൂസർ, അദ്ദേഹം കുറെ സിനിമകൾ അനൗൺസ് ചെയ്തതിന്റെ കൂട്ടത്തിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. IV ശശി സംവിധാനം ചെയ്യുന്നു, മമ്മൂട്ടി നായകനാകുന്നു, സിദ്ദിഖ് ഷമീർ എഴുതുന്നു. ആക്ച്വലി സിദ്ദിഖ് ഷമീർ എന്ന എഴുത്തുകാരൻ, അദ്ദേഹം കുറെ നോവലുകളും കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കടൽ എന്നുള്ള ഒരു കഥ, അതിൽ ബാപ്പുട്ടി എന്നൊരു കഥാപാത്രം, ഒരു റിവെഞ്ച് ഒരു കഥയാണ്. ഇതാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ആ ഒരു സിനിമ അന്ന് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇതേ കഥ പിന്നീട് സിദ്ദിഖ് ഷമീർ തന്നെ ഡയറക്ട് ചെയ്തു. കഥ സംവിധാനം സിദ്ദിഖ് ഷമീർ, തിരക്കഥ സംഭാഷണം കലൂർ ഡെന്നീസ്. ആ ഒരു സിനിമയുടെ പേര് തന്നെയാണ് കടൽ. അതിൽ അഭിനയിച്ചത് ബാബു ആന്റണി ആയിരുന്നു.